ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചേക്കുമെന്ന യുഎസ് മുന്നറിയിപ്പുകൾക്കിടെ ടെൽ അവീവിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കി എയർ ഇന്ത്യ. ഇസ്രയേൽ തലസ്ഥാനമായ ടെൽ അവീവിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. യാത്രക്കാർക്ക് മുഴുവൻ തുകയും തിരിച്ചു നൽകുമെന്നും എയർ ഇന്ത്യ പ്രസ്താവനയിൽ അറിയിച്ചു. ഡൽഹിയിൽ നിന്ന് ടെൽ അവീവിലേക്ക് എയർ ഇന്ത്യ ആഴ്ചയിൽ 4 സർവീസുകളാണ് നടത്തുന്നത്. നേരത്തെ വ്യാഴാഴ്ച വരെയുള്ള വിമാനങ്ങൾ എയർ ഇന്ത്യ റദ്ദാക്കിയിരുന്നു. പശ്ചിമേഷ്യയിൽ തുടരുന്ന അനിശ്ചിതത്വത്തിനിടെ മറ്റ് വിമാന കമ്പനികളും ഇസ്രയേലിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കിയിരുന്നു. ഡെൽറ്റ എയർലൈൻസിന്റെ ന്യൂയോർക്കിനും ടെൽ അവീവിനും ഇടയിലുള്ള സർവീസുകളും റദ്ദാക്കിയവയിൽ ഉൾപ്പെടുന്നു. ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തെ തുടർന്നാണ് സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നത്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തിയപ്പോഴായിരുന്നു ഹനിയ വധിക്കപ്പെട്ടത്. കൊലപാതകത്തിന് പിന്നിൽ ഇസ്രയേലാണെന്നാണ് ഹമാസും ഇറാനും ആരോപിക്കുന്നത്. ഹനിയയുടെ കൊലപാതകത്തിന് പകരമായി തിരിച്ചടിയില്ലാതെ മറ്റ് മാർഗമില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. യുഎൻ സെക്യൂരിറ്റി കൌൺസിലിന്റെ നിഷ്ക്രിയത്വത്തിന് ഇടയിൽ രാജ്യത്തിനെതിരായ കൂടുതൽ ആക്രമണങ്ങൾ തടയാൻ ഇത് അത്യാവശ്യമാണ് എന്നും ഇറാൻ വ്യക്തമാക്കി. ഇറാന്റെ പരമാധികാരം, പൌരന്മാർ, ഭൂപ്രദേശം എന്നിവ സംരക്ഷിക്കുന്നതിന് തിരിച്ചടി അനിവാര്യമായിരിക്കുകയാണ്. ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ തിരിച്ചടി ഉണ്ടാവുമെന്നും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെ അടിയന്തര യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടെ ഇറാന്റെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അലി ബാക്കേരിയാണ് അറിയിച്ചത്. മേഖലയിൽ കൂടുതൽ പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഉണ്ടാവുന്നത് തടയാൻ ഇറാൻ പരമാവധി ശ്രമിച്ചു. എന്നാൽ ഇപ്പോൾ തങ്ങൾക്ക് മുന്നിൽ മറ്റ് വഴികളില്ലാതിരിക്കുകയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാസങ്ങളായി ഗാസയിൽ തുടരുന്ന വംശഹത്യ, ഹനിയയുടെ വധവും സയനിസ്റ്റ് രാഷ്ട്രം മേഖലയിൽ നടത്തുന്ന തീവ്രവാദ കുറ്റങ്ങൾക്ക് ഉദാഹരണം തന്നെയാണ്. ഹനിയയുടെ വധം ഇറാന്റെ പരമാധികാരത്തിന്റെയും ലംഘനമാണ്. ഇത് മേഖലയുടെയും ലോകത്തിന്റെയും സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയായിരിക്കുകയാണ്. അന്താരാഷ്ട്രീയ നിയമങ്ങളുടെയും യുഎൻ ചാർട്ടറിന്റെയും നഗ്നമായ ലംഘനമാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരമൊരു ഭയാനകമായ കുറ്റകൃത്യത്തിന്റെ സാഹചര്യത്തിൽ യുഎൻ സെക്രട്ടറി കൌൺസിൽ ഉത്തരവാദിത്തം നിറവേറ്റണമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടു. കുറ്റവാളികളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനും ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള നടപടികൾ യുഎൻ സ്വീകരിക്കണം. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യമെന്ന നിലയിൽ കുറ്റകൃത്യത്തിൽ യുഎസിന്റെ പങ്ക് വിസ്മരിക്കരുത്. യുഎസിന്റെ സമ്മതവും പിന്തുണയും ഇല്ലാതെ ഇത്തരമൊരു കുറ്റകൃത്യം നടപ്പാക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന ഭീഷണി മുഴക്കിയതിനു പിന്നാലെ സംഘർഷം കുറയ്ക്കുന്നതിനായി മധ്യസ്ഥ ശ്രമങ്ങൾ നടത്താൻ ശ്രമിച്ച അമേരിക്കയുടെയും അറബ് രാജ്യങ്ങളുടെയും നീക്കങ്ങൾ ഇറാൻ തള്ളിയിരുന്നു. ടെഹ്റാനിലുണ്ടായ ആക്രമണത്തിൽ ഹമാസ് തലവൻ ഹനിയ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇറാൻ ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കുമെന്ന് ഭീഷണി മുഴക്കിയത്. ഇസ്രായേലിനെതിരായ ആക്രമണത്തിലൂടെ പ്രാദേശിക സംഘർഷത്തിന് താൽപര്യമില്ലെന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് നാസർ കനാനി പറഞ്ഞിരുന്നു. മേഖലയിൽ സ്ഥിരത നിലനിർത്താനാണ് ഇറാൻ ശ്രമിക്കുന്നത്, എന്നാൽ ഇസ്രായേലിനെ ശിക്ഷിക്കും. ഇത് അനിവാര്യമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹനിയയുടെ കൊലപാതകത്തിന് തിരിച്ചടി നൽകാൻ നിയമപരമായ അവകാശം തങ്ങൾക്കുണ്ട് എന്നും ഇറാൻ അവകാശപ്പെട്ടു. ഇസ്രായേലിനെ സഹായിക്കുന്നത് അവസാനിപ്പിക്കാൻ അമേരിക്കയോട് ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മേഖലയിൽ സ്ഥിരത നിലനിർത്തുന്നതിൽ അന്താരാഷ്ട്ര സമൂഹം പരാജയപ്പെട്ടു. അതിനാൽ ഇസ്രായേലിന് ശിക്ഷ നൽകുന്നതിനെ പിന്തുണയ്ക്കണമെന്നുമാണ് ഇറാന്റെ ആവശ്യം. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെ അടിയന്തര യോഗം ചേരുമെന്നും കനാനി അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.